ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലും മയിൽ കൂടി തീരാ തല തല്ലി നീ തിരമാല ചാർത്തി കരയോടു നീ ലല്ലലം പാടി ചെറുമഴത്തുള്ളികളോടി തോടും പുഴയായി കടലും മയിൽ കൂടി
ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ടോമി, ടോമി, നീ എന്തെടുക്കുക? വിളിച്ചിട്ട് കേൾക്കുന്നുമില്ലല്ലോ. ഇവൻ ഇതെവിടെ പോയി? ടോമി നിൽക്ക്, എവിടേക്കാ നീ പോകുന്നത്? ഇങ്ങ് വന്നേ. അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്തെങ്കിലും ആപത്തിൽ ചെന്ന് ചാടും. നീ ഇങ്ങനെ പറയാതെ വീടിന് പുറത്തിറങ്ങി നടന്നാൽ അമ്മയ്ക്ക് നിന്നെ നഷ്ടപ്പെടില്ലടാ. അമ്മ എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. ഹലോ, ടോമിയുടെ ടീച്ചറല്ലേ? അതെ, ആരാണ്? ഞാൻ ടോമിയുടെ മദറാണ്. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടോമിയുടെ വിശേഷങ്ങൾ തന്നെ. ടീച്ചർ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ ഇപ്പോഴായിട്ട് തീരെ ശ്രദ്ധയില്ല. ഇടയ്ക്കിടയ്ക്ക് ആരോടും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ എന്തോ ഭാഗ്യത്തിന് കണ്ടതാ. എവിടെയെങ്കിലും ആരും കാണാതെ ഒറ്റപ്പെട്ടു പോയാലോ? പേടിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ പഠിപ്പിച്ചതെല്ലാം അമ്മയില്ലേ? നാളത്തെ ഹോംവർക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ. നാളെ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരൻസിന്റെ മൊബൈൽ നമ്പർ പഠിച്ചിട്ട് വരണം. എന്തിനാണെന്ന് മനസ്സിലായെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചായി പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തിൽപ്പെട്ടു പോകുമ്പോൾ ആ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ഞാൻ പഠിച്ചേ. ഗുഡ് ഗേൾ. ടോമി, നിനക്ക് പഠിക്കാനും ഹോംവർക്ക് ചെയ്യാനും ഒന്നും ഇല്ലേ? എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ തവണ അമ്മ വന്നപ്പോ നിന്നെ കിട്ടിയില്ല. ഈ തവണ നിന്നെ ഞാൻ വിടില്ല. ടോമി നിൽക്ക്, ദൂരേക്ക് പോകല്ലേ, അമ്മ വഴക്ക് പറയും. നിൽക്ക്. അയ്യോ ജോമി, അലക്സ്, അയ്യോ ഞാനിത് എവിടെയാ? എനിക്ക് അമ്മയെ കാണണം. എന്ത് പറ്റി? എന്തിനാ മോൻ കരയുന്നത്? എനിക്ക് വഴി തെറ്റി. എന്നെ എന്റെ അമ്മയുടെ അടുത്തെത്തിക്കാമോ പ്ലീസ്? മോന് വീട്ടിലേക്കുള്ള വഴി അറിയാമോ? ഇല്ല. അമ്മയുടെയോ അച്ഛന്റെയോ മൊബൈൽ നമ്പർ അറിയാമോ? ഇല്ല. ടീച്ചർ പറഞ്ഞപ്പോ കേട്ടാ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നോട് ക്ഷമിക്കും മമ്മി. ഞാനിനി ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല. ജോമി പാർക്കിലെ സെക്യൂരിറ്റിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചത് കൊണ്ടാണ് കൃത്യസമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത്. അവൾ എന്റെ മൊബൈൽ നമ്പർ കാണാതെ പഠിച്ചത് ഗുണം ചെയ്തു. താങ്ക് യു ജോമി. കുട്ടികളെ, നാളെയാണ് നമ്മുടെ ചിത്രരചനാ മത്സരം. ഓരോരുത്തരും ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്ത ഷേപ്പ് കൊണ്ടായിരിക്കണം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ടത്. ഏറ്റവും നല്ല ചിത്രത്തിന് സമ്മാനവുമുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഞാൻ സമചതുരം എടുക്കുന്നു. സമചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ദീർഘചതുരം എടുക്കും. എന്നോടാ കളി. ദീർഘചതുരത്തിലുള്ള ചിത്രം ഞാൻ വരയ്ക്കും. എന്നാൽ ഞാൻ ഓവൽ ഷേപ്പിൽ ചിത്രം വരയ്ക്കാം. മതി ബാക്കി നാളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. സീ യു ടുമോറോ. എല്ലാവർക്കും ഓരോ ഷേപ്പ് കിട്ടി. ഞാൻ എന്ത് ഷേപ്പിൽ വരയ്ക്കും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ.
എന്തു പറ്റി മോളെ? എന്താ മുഖത്തൊരു വാട്ടം? നാളെ സ്കൂളിൽ ചിത്രരചനാ മത്സരമുണ്ട്. ആഹാ, അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതല്ല അമ്മേ, ഷേപ്പ് വെച്ചിട്ടാ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ ഷേപ്പ് കണ്ടുപിടിച്ച് അത് വെച്ച് വേണം ചിത്രം വരയ്ക്കാൻ. എല്ലാവർക്കും ഓരോ ഷേപ്പായി. ഞാൻ ഏത് ഷേപ്പിൽ വരയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മമ്മി. വിഷമിക്കണ്ട, നീ കണ്ണു തുറന്നൊന്ന് നോക്കിക്കേ. ഈ ലോകത്ത് എന്തെല്ലാം ഷേപ്സ് ഉള്ള വസ്തുക്കൾ ഉണ്ടെന്ന്. അത് ശ്രദ്ധിച്ചാൽ തന്നെ നിനക്ക് നാളെ വരയ്ക്കാനുള്ളത് കിട്ടും. മമ്മിയെ സഹായിക്കാം. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ജനലൊരു സമചതുരമാണ്. ഈ പന്തൊരു വൃത്താകൃതിയിലുള്ള പന്താണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വൃത്താകൃതിയിലുള്ള പന്ത് വരയ്ക്കും. കുട്ടികളെ, നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ ജോമി വരച്ച ചിത്രമാണ് അതിൽ മികച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, അവൾ വൃത്താകൃതിയിലുള്ള ഒരു ഫുൾ ചിത്രം തന്നെ വരച്ചു. അതുകൊണ്ട് തന്നെ the first prize goes to ജോമിയ. ഹോംവർക്ക് ചെയ്തവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. എന്തു പറ്റി ജോമിയ? ഈ ഇടയായി പഠിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല അല്ലേ? കൈനീട്ട്, ഇനി മറക്കാതിരിക്കാനാണ്. അയ്യോ, തല്ലല്ലേ മിസ്. ഇനി ഞാൻ മറക്കില്ല. തല്ലല്ലേ മിസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. സ്വപ്നമായിരുന്നോ? ഭാഗ്യം. ഞാൻ ഇന്നും ഹോംവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഐഡിയ. ജോമി, എഴുന്നേക്കുന്നില്ലേ? സ്കൂളിൽ പോകേണ്ടേ നിനക്ക്? നേരം വൈകിട്ടോ? വയ്യമ്മേ, സുഖമില്ല. വല്ലാത്ത ക്ഷീണം. പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതെങ്ങനെയാ? കുട എടുക്കാൻ പറഞ്ഞാ എടുക്കില്ല. മഴ കൊണ്ടുവരും, പിന്നെ പനി പിടിക്കില്ലേ? നിൽക്ക്, ഞാൻ മരുന്നെടുത്തു വരാം. അങ്ങനെ ആ ഐഡിയ ഫലിച്ചു. അപ്പൊ ഇന്നും ഹോംവർക്ക് ചെയ്യണ്ട, സ്കൂളിലും പോകണ്ട. ജോമി, ഈ മരുന്ന് വേഗം കുടിക്കി. നാളെയെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഇത് കുടിക്കണം. എന്നാലേ പനി മാറുകയുള്ളൂ. സാരമില്ല, കുറച്ചു നേരം കിടന്നോ. ഒന്ന് വിയർത്താൽ ശരിയാവും. അമ്മയൊന്ന് ഉഷാന്റിന്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ. ഓ, എന്തൊരു കയ്പാ മരുന്നിന്. സാരമില്ല, എന്റെ ഐഡിയ ആയി പോയില്ലേ. എന്തായാലും ഹോംവർക്കിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി സുഖമായി ഉറങ്ങാം. അയ്യോ അമ്മേ, എനിക്ക് വയറ് വേദനിക്കുന്നേ. അയ്യോ, പനിയുണ്ടെന്ന് വെറുതെ പറഞ്ഞ് കുടിച്ച മരുന്ന് കൊണ്ടാണോ ഇനി വയറുവേദന? അമ്മേ, ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? അമ്മയാണെങ്കിൽ ഇവിടെയില്ല. അമ്മയോട് ഇനി വയറുവേദനയുടെ കാര്യം കൂടി പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ എല്ലാ കള്ളവും വിളിച്ചിട്ടാവും. അത് വേണ്ട. ഇനി ഇപ്പോൾ എന്ത് ചെയ്യും? ഐഡിയ. ഡാഡി വയറുവേദന വരുമ്പോൾ കുടിക്കുന്ന ഒരു മരുന്നുണ്ട്, അതെടുത്ത് കുടിക്കാം. യെസ്, ഇത് തന്നെ. അമ്മ വരുന്നതിന് മുന്നേ ഈ മരുന്നെടുത്ത് കഴിക്കാം. ജോമി, എന്താണ് ഡാഡിയുടെ മെഡിസിൻ ബോക്സിൽ? അത് ഒന്നുമില്ല അമ്മേ. ജോമി, നോക്ക്, മരുന്ന് നിനക്ക് കളിക്കാനുള്ളതല്ല, അസുഖം വരുമ്പോൾ കഴിക്കാനുള്ളതാണ്. അതും കുട്ടികൾക്കും മുതിർന്നവർക്കും അതിലെ മരുന്നിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും. മുതിർന്നവരുടെ മരുന്ന് കുട്ടികളും കുട്ടികളുടെ മരുന്ന് മുതിർന്നവരും ഡോക്ടറുടെ സമ്മതമില്ലാതെ കഴിക്കാൻ പാടില്ല. സോറി മമ്മി, ഞാൻ ഓവർക്ക് ചെയ്യാൻ മടിച്ചിട്ട് പണി അഭിനയിച്ചതായിരുന്നു. സാരമില്ല, പോട്ടെ. ഇനി ശ്രദ്ധിക്കണം. വാ, നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം. അമ്മ പറഞ്ഞു തരാം. താങ്ക് യു മമ്മി.